ഒടുവിൽ ചെന്നൈയുടെ ആരാധകർ കാത്തിരുന്ന ആ ദിനം വന്നെത്തി. സഞ്ജു സാംസണെ മഞ്ഞക്കുപ്പായത്തിൽ കാണാനുള്ള അവരുടെ കാത്തിരിപ്പിന് വിരാമം. തൻ്റെ 11 നമ്പർ ജേഴ്സി അണിഞ്ഞ് ഗുവാഹത്തിയിലെ ബർസഫറ ക്രിക്കറ്റ് മൈതാനത്തിലേക്ക് നടന്നു നീങ്ങിയ കാഴ്ച സഞ്ജുവിൻ്റെ ആരാധകർക്ക് ആഹ്ലാദം നൽകുന്ന ഒരു അനുഭവമാണ് സമ്മാനിച്ചത്. എന്നാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർക്ക് അത് അങ്ങനെയല്ലായിരുന്നു. കഴിഞ്ഞ 11 വർഷക്കാലം തങ്ങളുടെ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന, കഴിഞ്ഞ 5 വർഷം തങ്ങളുടെ ടീമിനെ നയിച്ച സഞ്ജു സാംസൺ മറ്റൊരു കുപ്പായത്തിൽ ടീമിനെതിരെ കളിക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ എല്ലാവരും കാത്തിരുന്ന പോലൊരു തുടക്കം നൽകാൻ സഞ്ജുവിനായില്ല. നാൻഡ്രെ ബെർഗറിൻ്റെ 2ാമത്തെ ഓവറിലെ അവസാന പന്തിൽ സഞ്ജുവിൻ്റെ ഓഫ് സ്റ്റംപ് എറിക്കുമ്പോൾ വെറും 6 റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് സംഭാവന. MS ധോണിയുടെ അഭാവത്തിൽ സഞ്ജു തന്നെയായിരുന്നു CSKയുടെ വിക്കറ്റ് കീപ്പർ. ഒടുവിൽ IPLലെ ആദ്യ മത്സരത്തിൽ ചെന്നൈക്കെതിരെ 8 വിക്കറ്റിന് രാജസ്ഥാൻ വിജയിക്കുമ്പോൾ തൻ്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യ വിജയത്തിൻ്റെ ആഹ്ലാദം റിയാൻ പരാഗിൻ്റെ മുഖത്ത് കാണാമായിരുന്നു. ഏപ്രിൽ 3 പഞ്ചാബിനെതിരെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം. എങ്ങനെ തിരിച്ചു വരണമെന്ന് ചെന്നൈ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ചെപ്പോക്ക് കാത്തിരിക്കുന്നു ചെന്നൈയുടെ തിരിച്ചു വരാനായി, ഒപ്പം ധോണിയുടെയും. സ്റ്റേ ട്യൂൺ.